നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരുമ്പോൾ ഗൂഢാലോചന തെളിയുമെന്ന് കരുതുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി 24-നോട്. 8-ാം പ്രതിയായി ദിലീപ് കൂടി വന്നതോടെയാണ് കേസ് ഇത്രയും നീണ്ടുപോയത്. വൈകിയായാലും നീതി ലഭിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ. വിധി വന്നതിന് ശേഷം പല വിവരങ്ങളും വെളിപ്പെടുത്തുമെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞു. ഞങ്ങളെല്ലാ പ്രതികൾക്ക് ശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തെളിവുകൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. കുറ്റകൃത്യം നടന്നു എന്നും കുറ്റകൃത്യത്തിൽ ഇന്ന ആളുകളെ പങ്കെടുത്തതെന്നും അവരെ രക്ഷിക്കാൻ ആരും നോക്കിയിട്ടില്ല. 8-ാം പ്രതി വന്നപ്പോഴാണല്ലോ ഈ കോൺസ്പിറസിയുടെ ഭാഗം വരികയും അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കേസിന് ഇത്രയധികം നീണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായത്. ഇത് ഞാൻ 8-ാം തീയതി പറയാം. എനിക്ക് ഇതുവരെ പറയാനായിട്ടുള്ള എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം കോടതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. ഞാൻ ആ കോടതിയിൽ കേസിൽ ഇരിക്കുന്ന ഒരു ആളെന്നല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ ആ അറിവെല്ലാം പറയാൻ ഇപ്പം എനിക്ക് സ്വാതന്ത്ര്യമില്ല. കൊച്ചിയിൽ നിന്ന് റാഫി കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ റാഫി. 7.5 വർഷം നീണ്ട അസാധാരണ നിയമ പോരാട്ടം നടന്നൊരു കേസിലാണ് നടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ടി ബി മിനി ഇപ്പോൾ 24-നോട് പറയുന്നത്. അതായത് ഈ കേസിൽ അതിൻ്റെ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും വിചാരണ വേളയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാക്ഷിമൊഴികളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളും രേഖകളും അത് പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഗൂഢാലോചന തെളിഞ്ഞ് 8-ാം പ്രതി അടക്കമുള്ളവർക്ക് ഇതിൽ ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ എന്നുള്ളതാണ് ഈ അഭിഭാഷക വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ നിയമ പോരാട്ടം ഇത്ര കാലം നീണ്ടു നിന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം 8-ാം പ്രതിയായി ദിലീപ് വരികയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അത് തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ എത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിചാരണ 7.5 വർഷക്കാലം നീണ്ടു നിന്നതെന്ന് കൂടിയാണ് അഭിഭാഷകയായ ടി ബി മിനി പറയുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും ഇനി വെളിപ്പെടുത്താനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ തനിക്കറിയാം. ആ വിവരങ്ങൾ പറയുന്നതിന് നിലവിൽ ഈ കേസിൽ വിധി വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ തുറന്നു പറച്ചിലുണ്ടാകുമെന്ന് കൂടിയാണ് ഈ അഭിഭാഷക പറഞ്ഞു നോക്കിയത്. എന്തായാലും നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വരുമ്പോൾ അതിൽ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ നടിയുടെ അഭിഭാഷകയും ഒപ്പം തന്നെ ഈ നടിയും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ഈ നടിയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൊട്ടേഷൻ നൽകിയത് അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കേസിൽ നിയമ പോരാട്ടം ശക്തമായി മുന്നോട്ട് പോയത്. അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളായിരുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേസായി ഇത് മാറുന്നതിനുള്ള കാരണവുമായി മാറിയത്. പല കോടതികളായി പല കാലങ്ങളിലായി നടന്ന നിയമ പോരാട്ടങ്ങളുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് 7.5 വർഷത്തിന് ശേഷം ഈ കേസിൽ നാളെ വിധി പറയുന്നത്. അങ്ങനെ വിധി പറയുമ്പോൾ അതിൽ ഒരു നീതി ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അഭിഭാഷകയും കരുതുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ വിധി വന്നതിന് ശേഷം ഈ കേസിന്റെ തലം അതൊരു മറ്റൊരു രീതിയിലേക്ക് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.